പ്രശ്നമുണ്ടായി കഴിഞ്ഞിട്ടല്ല പിന്നീട് സങ്കടപ്പെടേണ്ടത്. അതിനു മുമ്പ് തന്നെ സമയം കണ്ടെത്തണം. എല്ലാത്തിനും സമയം കണ്ടെത്തണം. എല്ലാത്തിനും സമയമുണ്ട്. നമ്മൾ നിയ്യത്ത് വെച്ചാൽ റെഡിയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം. ഖുർആൻ ഓതാൻ തയ്യാറാകണം. ദിക്ർ ചൊല്ലാൻ തയ്യാറാകണം. വീട്ടിലൊക്കെ ബറക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. ബറക്കത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ. നബി തങ്ങൾ പറയുന്നു, അൽ ബൈത്തുല്ലദീ യഖറഉ ഫീഹിൽ ഖുർആൻ യക്സുറു ഖൈറുഹു വയത്തസിഉ അലാ അഹ്ലിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വീട്ടിൽ നിത്യമായ ഖുർആൻ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്ത് അധികരിക്കും. ഞാനല്ല പറഞ്ഞത്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയത്തസിഉ അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് ആ വീട് തന്നെ അവർക്കുള്ളതാകുന്ന സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെ തന്നെ വിശാലതയാകുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാത്തിനും വിശാലതയുണ്ടാകും. മക്കളിൽ വിശാലതയുണ്ടാകും, ഭക്ഷണത്തിന് വിശാലതയുണ്ടാകും. അവൻ അള്ളാഹു നൽകിയിരിക്കുന്ന വാഹനത്തിനും കുടുംബത്തിനും എല്ലാത്തിനും അവന് മതിയാകുന്നതായി തോന്നും ആ ഖുർആൻ ഓത്തിലൂടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 8 മുഴം നീളം 10 മുഴം വീതിയുള്ളതാകുന്ന ചെറിയ ഒരു വീടായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലെ എല്ലാ കാര്യവും നടന്നിരുന്നത്. കിടപ്പുമുറി അതിലാണ്, അടുക്കള അതിലാണ്, എല്ലാ സംഭവവും അതിലാണ്. പക്ഷെ അവർക്ക് വിശാലതയുണ്ട് ആ വീട്ടിൽ. ഒരു പ്രശ്നമില്ല. എന്താ കാരണം? എപ്പോഴും ഖുർആൻ ഓതാ. നമ്മൾ ഖുർആൻ ഓതെന്ന് പറയുന്ന സംഭവമില്ല. ഖുർആൻ എവിടെയൊക്കെ ഉണ്ട്. മുസാഫ് ഏതോ മൂലയ്ക്ക് കൊണ്ട് വെക്കുന്നതല്ല. ഇതൊന്നും ഓതണ്ടേ? ഒരു അൽബക്കറ സൂറത്തെങ്കിലും ഓതണ്ടേ? പലപ്പോഴെങ്കിലും മാസത്തിലെങ്കിലും അൽ ബഖറ ഓതിയാൽ പിശാച് ഒഴിഞ്ഞു പോകും, ഉറപ്പാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ മൂകമാകുന്ന അന്തരീക്ഷമാക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി